ഇന്നലത്തെ ഉച്ചക്കത്തെ വിശേഷം നിങ്ങള് കണ്ടിട്ടില്ലല്ലോ? ഇന്ന് ഉച്ചയ്ക്ക് പരിപ്പും ചീരക്കറിയായിരുന്നു ട്ടോ. അത് ഞാൻ തലേന്നേ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാണ്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് കറികള് ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് കറികള്. പിന്നെ ദേ മാങ്ങാച്ചാറ്. ഇപ്പം മാങ്ങ കിട്ടി തുടങ്ങിയ പിന്നെ ഉച്ചയ്ക്ക് മാങ്ങാച്ചാറോ മാങ്ങാ ചമ്മന്തിയോ അത് നിർബന്ധമായി ട്ടോ. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാണ് ട്ടോ ഇവിടെ കൂടുതലും ഇഷ്ടം. പ്രത്യേകിച്ച് മാങ്ങയാണെങ്കിൽ എങ്ങനെ കൊടുത്താലും കഴിക്കും ട്ടോ. അപ്പോൾ ദേ അടുത്തത് വെണ്ടയ്ക്ക ഉപ്പേരി ഞാൻ ചൂടാക്കാണ് ട്ടോ. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക, ക്യാബേജ് അങ്ങനത്തെ കൂട്ടാനുകളോട്. അപ്പം ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇന്നലത്തെ മോരുകറിയും കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ട്ടോ. ഞാൻ ചാക്കോ വരുന്നതിന് മുമ്പേ ലഞ്ച് കഴിച്ചിട്ട് ഇരിക്കും ട്ടോ. ഇല്ലെങ്കിൽ വന്നാൽ കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം വേഗം ഞാൻ കിച്ചണൊന്ന് ഒതുക്കി ട്ടോ. എന്നിട്ട് എല്ലാം ഒരു സ്ഥലത്ത് വെക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച അവര് പാത്രം പോലും തുറന്നു നോക്കാൻ ശ്രമിക്കാറില്ല. അപ്പം എന്നിട്ട് പറയും കറി കണ്ടില്ല എന്ന് പറയും. പ്രത്യേകിച്ച് ഡാഡിയും മോനും ട്ടോ. അങ്ങനെ എന്തേ തോമു പാച്ചുവിനെ കാണാനുള്ള വെയിറ്റിംഗിലാണ് ട്ടോ. പാച്ചു വന്നിട്ട് തോമു കണ്ടിട്ടില്ലല്ലോ. അവർ രണ്ടുപേരും നേരത്തെ സ്കൂളിൽ പോയല്ലോ. ആ ഒരു സംഗമത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ട്ടോ. ചാക്കോ ഓൾറെഡി പാച്ചുവിനെ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ട്ടോ നിങ്ങൾ ഈ കണ്ടത്. പാച്ചു വന്നിട്ടുണ്ട്. പാച്ചു ദേ ഇരിക്കുന്നു. എന്താ സ്കൂളിലെ റിയാക്ഷൻ എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ദേ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വിടും ട്ടോ. ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക് സ്കൂളിൽ. അങ്ങനെ ദേ ഓച്ചുവിനെ കണ്ട സന്തോഷമാണ് കേട്ടോ കണ്ടത്. വന്നപ്പോൾ ദേ ഡാഡിയുടെ കയ്യിൽ കെട്ടും കാനുലയൊക്കെ. കുറേ പേര് ചോദിച്ചു കേട്ടോ എന്താന്നുള്ളത്. ഡാഡിയുടെ കാലിലൊരു മുറിവ് വന്നിട്ട് അതിനുള്ള ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഡോൺ ചേട്ടൻ ചോറിനുണ്ട്. ഇത് രാത്രി വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ. നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴി നമ്മൾ ഈ ബേക്കറി കയറി. വേറെ ഒന്നുമല്ല നമ്മുടെ ജോർജ് ചേട്ടൻ്റെ സ്വന്തം ബേക്കറിയാണ് കേട്ടോ. നമ്മുടെ നടത്തറ സെൻറ്ററിൽ പണ്ട് സുരു ബേക്കറി നടത്തിയിരുന്ന ചേട്ടൻ്റെ ജോർജ് ചേട്ടൻ്റെ കടയാണ് കേട്ടോ. ഇവിടെയാണ് അവരുടെ ഏരിയ. വേറെയും കുറേ കടകൾ അവർക്കുണ്ട്, വീട്ടിലുണ്ട്. വേറെ ഞാൻ ആ ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിശാലമായ കടയാണ്. എല്ലാ ഐറ്റംസും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തൊട്ട് വലിയ വലിയ സാധനങ്ങൾ വരെ ജോർജ് ചേട്ടൻ്റെ കടയിലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ വേഗം മനസ്സിലാവും ബേക്കറിയും കാര്യങ്ങളും ഒക്കെ. ജോർജ് ചേട്ടനെയും മനസ്സിലാവും. അപ്പോൾ ദേ ബ്രാഞ്ചസ് വരുന്നത് കണ്ടോ? വെള്ളാനി, പുത്തൂക്കാവ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. അവിടുത്തെ നല്ല അടിപൊളി നാരങ്ങ വെള്ളവും കുടിച്ചു കേട്ടോ. എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കുറേ നാൾ കൂടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഞാൻ ഗർഭിണിയായിരിക്കുമ്പം കൊറോണ ആയിരുന്നല്ലോ തോമുനെ ആയിട്ടിരുന്നപ്പോൾ. അപ്പം ഒട്ടുമിക്ക സാധനങ്ങളും ജോർജ് ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഡോൺ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അവർ തമ്മിലുള്ള ബോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് നേരെ നമ്മൾ പറവട്ടാനിയിലുള്ള ഒരു ഹോട്ടലിൽ വന്ന് കഴിക്കാൻ കയറിയതാണ്. വൻ തോൽവിയായിരുന്നു കേട്ടോ. വിശന്നിട്ട് കയറിയതാണ്. വേറെ ഹോട്ടലിൽ നമ്മൾ സ്ഥിരം കയറുന്ന ഹോട്ടലിലൊക്കെ അടച്ചു. പക്ഷെ വിശന്നിട്ട് കയറിപ്പോയതാണ്. വൻ തോൽവി എന്ന് വെച്ചാൽ വൻ തോൽവിയായിരുന്നു. സാധാരണ അവിടുത്തെ നല്ല ഫുഡായിരുന്നു. അപ്പം എന്തേലും ആവട്ടെ അല്ലേ.